നമുക്ക് പാടാം. എല്ലാവർക്കും നമസ്കാരം. പാടാം നമുക്ക് പാടാം എന്ന സംഗീത പരിപാടിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒപ്പം തന്നെ കേരളത്തിലെ ആദ്യത്തെ പ്രാദേശിക ചാനലായ ഗോകുലം സ്റ്റാർ നെറ്റ് വിഷൻ അതിൻ്റെ 28ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഒപ്പം തന്നെ ഒത്തിരി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച രാഗമാലിക സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ 18ാം വാർഷികവും ആ ഒരു രാഗമാലിക എന്ന ഒരു കൊച്ചു സ്ഥാപനം ഗോകുലം സ്റ്റാർ നെറ്റ് വിഷൻ ഏറ്റെടുത്ത് കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ 1ാം വാർഷികവുമാണ് ഇന്ന് ഈ വേദിയിൽ GSV രാഗമാലിക ബൊണാൻസ 2021 ആഘോഷിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി GSV രാഗമാലിക ബൊണാൻസ 2021ലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത്രയും കാലം നമ്മുടെ ലോകത്തെ വിറങ്ങലിച്ച എല്ലാ വൈറസുകളും എല്ലാ വിപത്തുകളും ഈ 2021 വരാതിരിക്കാനും നമുക്കെല്ലാവർക്കും തന്നെ സ്നേഹവും സാഹോദര്യവും മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസകൾ നേർന്നുകൊണ്ട് പാടാം നമുക്ക് പാടാമെന്ന സംഗീത പരിപാടിയുടെ ഇന്നത്തെ ഈ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആര്യ മോഹൻദാസിനെ, ഒരു പ്ലേബാക്ക് സിംഗറാണ്, ഒരു വടക്കൻ സെൽഫി എന്ന മലയാള ചിത്രത്തിലൂടെ സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്ന ആര്യ മോഹൻദാസ് കൈരളി പട്ടുമാറിലും കൂടാതെ മീഡിയ വണ്ണിലെ ഒത്തിരി സംഗീത പരിപാടികളും തൻ്റേതായ ശബ്ദമാതിരി കൊണ്ട് കൊച്ചുനാളിൽ മുതൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പങ്കെടുത്ത എല്ലാ പ്രോഗ്രാമുകളിലും കൈനിറിയെ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ ആര്യ മോഹൻദാസിനെ ഈ പാടാം നമുക്ക് പാടാം എന്ന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ നിമിഷത്തിൽ ഒരുപാട് സന്തോഷം. കേരളത്തിലെ ആദ്യത്തെ പ്രാദേശിക ചാനലായ ഗോകുലം സ്റ്റാർ നെറ്റ് വിഷൻ്റെ 28ാം വാർഷികമാണ് ഈ വേദിയിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ബിജുവേട്ടൻ്റെ നേതൃത്വത്തിലുള്ള രാഗമാലിക സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസിൻ്റെ 18ാം വാർഷികവും നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് 8 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ടൊരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം. കാരണം കലാകാരന്മാരെ സംബന്ധിച്ച് ഈ ഒരു കോവിഡ് കാലഘട്ടം വളരെ പ്രയാസപ്പെട്ടതായിരുന്നു. കലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം 2021 ഒരു നല്ലൊരു വർഷമാവട്ടെ എന്ന് ഈ ഒരു നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ഇത്രയും വലിയ ആൾക്കാരുടെ നേതൃത്വത്തിൽ ഇത്ര നല്ലൊരു ചാനൽ, അതോടൊപ്പം പാടാം നമുക്ക് പാടാം എന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും സിംഗേഴ്സ് എന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രോഗ്രാമിലൂടെ ഒരുപാട് നല്ല നല്ല കലാകാരന്മാർ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പാടാം നമുക്ക് പാടാം എന്ന പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ആര്യ മോഹൻദാസിൻ്റെ മനോഹരമായ ഒരു ഭക്തിഗാനത്തോടു കൂടി നമുക്ക് ഈ പരിപാടി ഇവിടെ ആരംഭിക്കാം. പരാശക്തി അമ്മേ
മന്നടേ നിന്നുയർന്ന സ്വരമൊന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങളവയൊക്കെയും മറന്ന് നിൻ മനസ്സിലിതു പുണ്യമായി അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്പേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മഹേന്ദ്ര നീലാഭയ കുമാരനായി പണ്ട് പണിതീർന്ന മന്ദിരം കുമാരനല്ല ഒരു ശ്രീദേവി കോവിലായി കുമാരനായി പണ്ട് പണിതീർന്ന മന്ദിരം കുമാരനല്ല ഒരു ശ്രീദേവി കോവിലായി മഞ്ഞളാടും ദിവ്യമുഹൂർത്തത്തിൽ താടുന്നു തെളിവാർന്ന തേജസ്സായി ലളിതാംബികേ അമ്മരന്നടേ നിന്നുയർന്നു സ്വരമൊന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങളവയൊക്കെയും മറന്ന് നിൻ മനസ്സിലിതു പുണ്യമായി അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്പേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മഹേന്ദ്ര നീലാഭയായി അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്പേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മഹേന്ദ്ര നീലാഭയായി. പാടാം നമുക്ക് പാടാം എന്ന സംഗീത പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ആര്യ മോഹൻദാസ് ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു മനോഹരമായ ഗാനവും നമ്മൾ ആസ്വദിച്ചു. ഇന്ന് ഈ പരിപാടിയിൽ ആദ്യമായി നമുക്ക് വേണ്ടി സംഗീതം ആലപിക്കാൻ വരുന്നത് സുധാകരൻ മേമുണ്ടിയാണ്. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കണ്ടതിന് ശേഷം തിരിച്ചു വരാം. സുധാകരൻ മേമുണ്ട 1985-89 കാലഘട്ടത്തിൽ പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങുന്നത് വില്ലാപ്പള്ളി സൗത്ത് എൽ പി സ്കൂളിലെ വേലായുധൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ. UP തലം 1989-92 കീഴൽ ദേവിവിലാസം സ്കൂൾ അധ്യാപകരുടെ പ്രോത്സാഹനത്തോടെ 1991-92 സബ് ജില്ലാ കലാപ്രതിഭ. മേമുണ്ട ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തുടർച്ചയായി 3 തവണ സബ് ജില്ലാ കലാപ്രതിഭ. 1993-94 കോഴിക്കോട് ജില്ലാ കലാപ്രതിഭ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കാവ്യക്കേളിയിൽ എ ഗ്രേഡും 1ാം സ്ഥാനവും, പദ്യം ചൊല്ലൽ, കഥാപ്രസംഗം, കാവ്യക്കേളി, മോണോ ആക്ട് എന്നീ പരിപാടികളിൽ പ്രോത്സാഹനം നൽകിയത് വാമനൻ നമ്പൂതിരി. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായ PK കൃഷ്ണദാസ് മാസ്റ്ററുമാണ്. തുടർന്ന് 1996-98 ചെമ്പൈ മെമ്മോറിയൽ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ നിന്നും ഗാനഭൂഷണം നേടി. അച്ഛൻ നിര്യാതനായ പാവള്ളി ബാലകൃഷ്ണക്കുറുപ്പ്, അമ്മ തുരുത്തിയിൽ ലക്ഷ്മി ടീച്ചർ, സഹോദരങ്ങൾ മധുസൂദനൻ, സുവർണൻ. പാട്ടിന്റെ പാലാഴി തീർക്കാൻ ഈ ബഹുമുഖ പ്രതിഭയെ പാടാം നമുക്ക് പാടാം എന്ന വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊച്ചുനാളിലെ അല്ലേ അത്തരം സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. ക്ലാസ് എടുക്കുന്ന ഇപ്പൊ എവിടെയാണ് സംഗീതത്തില്? വീട്ടിൽ നിന്നാണ്, അല്ലാതെ വേറെ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിപ്പിക്കുന്നില്ല. കൊറോണന്റെ അല്ല, അതിന് മുൻപ് എവിടെയായിരുന്നു പഠിപ്പിച്ചത്? സ്കൂളൊക്കെ സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പൊ ഏറ്റവും സപ്പോർട്ട് ഇപ്പം എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും നല്ലൊരു സപ്പോർട്ടിങ് ഫാമിലിയാണ്. കാരണം ഓരോരോരുടെ സാഹചര്യം പോലെയാണ് നമ്മുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു കലാകാരൻ വളർന്നു പോകാൻ പറ്റില്ല.
അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഫൗണ്ടേഷൻ സപ്പോർട്ട്, മീൻസ് വീട്ടിലെ സപ്പോർട്ടാണ്. ഇവിടെ ഏത് ഗാനമാണ് പാടാൻ പോകുന്നത്? ഒരു നേരമെങ്കിലും കാണാതെ ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പം ദിവ്യരൂപല്. അതിമനോഹരമായ ഭക്തിഗാനാണ്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ രൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ രൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാട്ട് ഞാൻ ഓർത്ത് പോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാട്ട് ഞാൻ ഓർത്ത് പോകും. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും കാണാതെ, അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ നീ കള്ളനോട്ടം. അവതാര കൃഷ്ണ നീ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ആകതാരിലാക്കുവാൻ എത്തിടുമോർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. ആകതാരിലാക്കുവാൻ എത്തിടുമോർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയന്റെ
എൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ ഹരിനാമ കൃഷ്ണ നിൻ കള്ളനോട്ടം ഹരിനാമ കൃഷ്ണ നിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം. വളരെ മനോഹരമായ ശബ്ദം. കാരണം ഒത്തിരി കാലമായി ഇദ്ദേഹം പ്രൊഫഷണൽ സ്റ്റേജുകളിലും നമുക്ക് പാടാനുള്ള അവസരമില്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് പാടാൻ നമുക്ക് പാടാമെന്ന പരിപാടിയിലൂടെ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും, നമ്മുടെ വടകരയാണെങ്കിൽ ഇതിൻ്റെ ആസ്ഥാനമെങ്കിലും എവിടെ നിന്നും എല്ലാവർക്കും ഫോണിലൂടെ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ നമുക്ക് ഈ പ്രോഗ്രാം കാണാം. സുധാകരേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? പാടിയപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു. തെറ്റൊക്കെ പറ്റും, പക്ഷെ നമുക്ക് നാളെ ഇത് തിരുത്തിയിട്ട് നല്ല ലെവലിൽ പോകാൻ പറ്റൂലേ. അപ്പം നമ്മുടെ ഈ ഒരു നമുക്ക് പാടാമെന്ന വെള്ളയിൽ കൂടെ ആരാണ് വന്നിരിക്കുന്നത്? രണ്ടേട്ടന്മാരും ഏട്ടൻ ഫ്രണ്ടും ഉണ്ട്. അപ്പം നമുക്ക് ആ രണ്ട് ഏട്ടന്മാരെയും ഏട്ടൻ്റെ ഫ്രണ്ടിനെയും നമുക്ക് പാടാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവർ നല്ല കൈ. സുധാകരൻ മേമഡയുടെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ മക്കളും ജ്യേഷ്ഠൻ്റെ ഫ്രണ്ട്സും ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവരോട് ചോദിച്ചറിയാം. അപ്പം ഇതാണ് ജ്യേഷ്ഠൻ അല്ലേ? പേര് മധുസൂദനൻ. ജോലി ചെയ്യുന്ന എവിടെയാണ്? കോഴിക്കോട് ഒരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യണം. എങ്ങനെ കൊച്ചുനാളിലൊക്കെ സംഗീതം ഉണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, കുറച്ച് നമ്മളെ വീട്ടിൽ നിന്നുള്ള പാട്ടുകൾ. ഏട്ടൻ്റെ പാട്ടില്ല? ഇല്ല, ഒരു 4 വരി പാടാൻ പറ്റും തോന്നുന്നില്ല. ഇത് അനുജന്റെ മകനാ. ആ, ഇതോ മോളാണ്. പ്രോഗ്രാമിന്റെ പ്രേക്ഷകർക്ക് ആയിട്ട് ഒന്ന് പേരൊക്കെ ഒന്ന് പറഞ്ഞ, പേര്, പഠിക്കുന്ന വിദ്യയിലൊക്കെ ഒക്കെ ഒന്ന് പറഞ്ഞു. റെഡി? ഞാൻ കൃഷ്ണനന്ദ, മേമുണ്ട HSS 8K പഠിക്കുന്നു. 8A ഡിവിഷൻ പറഞ്ഞു. 8K സോറി, A അല്ല K ഡിവിഷൻ, എന്നോട് തെറ്റിയത്. അപ്പോൾ ഇവിടെ നമ്മുടെ പാടാൻ നമുക്ക് ഇവിടെ എന്നാ പരിപാടിൻ്റെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു 4 വരി. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായി ഒരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണിനും കണ്ണായി ഒരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണീർക്കിനാവായി തുളുമ്പി നിൽക്കും കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. നല്ല കേട്ടെ. പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലാസ്സിന് പോവാറില്ല? ഒരു വർഷമായി. പ്രാക്ടീസ് ചെയ്യാറില്ല? സത്യം പറയണം, ചെയ്യാറില്ല. കാരണം എന്താണോ, ചെയ്യാത്ത കൊണ്ടാണ് ആ ഒരു തൊണ്ടയൊന്ന് ഇടറിയത്. പ്രാക്ടീസ് ഏതായാലും നമുക്ക് കലയ്ക്ക് പ്രായഭേദ വ്യത്യാസം ഒന്നുമില്ല. ഏത് വയസ്സായാലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും സന്തോഷം മോളെ. ഇനി നമ്മുടെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ്. പ്രേക്ഷകരുടെ പേരും പ്രൊഫഷനൊക്കെ ഒന്ന് പറഞ്ഞാൽ സന്തോഷം. പേര് സുവർണൻ. ജോലി ചെയ്യുന്നത് ഗൾഫിലാണ്, മസ്കത്തിലാണ്. ഇപ്പോൾ വെക്കേഷൻ വന്നാണ്. നാളെ പോവാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു 2021 അനുജൻ്റെ മനോഹരമായ ഗാനവും ഒരു ഫാമിലിയായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റി. പ്ലാനിങ് എന്താണ് ഇദ്ദേഹത്തെ? ഒരു പെണ്ണൊക്കെ കെട്ടിച്ചിട്ട് 2021 ഉഷാറാക്കണ്ടേ അല്ലേ? റെഡിയാണ്, കല്യാണം കഴിക്കണം. സുധാകരൻ മേമ്പടിക്കുള്ള ഈ കൊച്ചുപഹാരം സമർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാർ തന്നെയാണ്. അപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാവിധ ആശംസകളും ആയിരം സഖ്യങ്ങളും നമുക്ക് പാടാം. പ്രിയപ്പെട്ട സുധാകരൻ നേരുന്നു ഒരു നല്ല കൈയ്യടി.
ഇനി നമ്മുടെ വേദിയിലേക്ക് വരാൻ പോകുന്നത് കിരൺ ശ്രീദേവ്. അപ്പോൾ കിരൺ ശ്രീദേവിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രൊഫൈൽ കണ്ടു നോക്കാം. കിരൺ ശ്രീദേവ് സംഗീത കുടുംബത്തിൽ നിന്നും പാടാൻ നമുക്ക് പാടാൻ വേദിയിലേക്ക് ഇതാ ഒരു കൊച്ചു ഗായകൻ. സംഗീതം അഭ്യസിക്കാതെ പ്രൊഫഷണൽ ഗായകരായ അച്ഛൻ ശ്രീ രഞ്ജിത്തിന്റെയും അമ്മ രഞ്ജുഷയുടെയും സംഗീതം കേട്ടുവളർന്ന കിരൺ ശ്രീദേവ് ഇപ്പോൾ മൊകേരി നടുപ്പോയി UP സ്കൂളിലെ 3ാം തരം വിദ്യാർത്ഥിയാണ്. ഗാനാലാപന ശൈലി കൊണ്ട് നിങ്ങളുടെ മനം കവരാൻ കിരൺ ശ്രീദേവിനെ പാടാൻ നമുക്ക് പാടാം വേദിയിലേക്ക് ഹൃദയപൂർവ്വം സുസ്വാഗതം. എല്ലാവരും ഒരു ഹായ് പറഞ്ഞു. ഹായ്. തിരിച്ചൊരു ഹായ് ഒക്കെ പറയേ. എവിടെയാണ് മോൻ്റെ വീട്? എവിടെയാണ് വരുന്നത് കറക്റ്റ്? കുറ്റാടി നടുപ്പൊയിൽ. കുറ്റിയാട് നടുപ്പയിലാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നടുപ്പൊയിൽ UP സ്കൂൾ. ഏത് ക്ലാസ്സിൽ? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിൽ. എന്തായാലും ഈ മനോഹരമായ ശബ്ദം ആസ്വദിക്കാം. റെഡിയല്ലേ? അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നു
ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. തീർച്ചയായിട്ടും സംഗീത ലോകത്ത് അറിയപ്പെടുന്ന ഒരു മോനായിട്ട് മാറും, ഒരു സംശയമില്ല. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു പ്രാർത്ഥനയും അത് കണ്ട് കേട്ട് വളർന്നതാണ്. മറ്റിഷ്ടപ്പെട്ട വേറെ ഏതൊരു പാട്ട് ഏതാ? വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ടുണ്ടോ? മാണിക്യമലരായ പൂവി. ഓക്കെ, അതൊന്ന് പാടല്ലേ, നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. റെഡി? മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഹാത്തിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു, മോഹമോദിച്ചു. വളരെ സന്തോഷപൂർവ്വം പാടാം, നമുക്ക് പാടാം എന്ന വേദിയിലേക്ക് കിരൺ ശ്രീദേവിൻ്റെ അച്ഛനെയും അമ്മയെയും സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കേളി. അച്ഛൻ എന്ത് ചെയ്യാണ്? ഞാൻ വാടക സ്റ്റോറായിരുന്നു. എവിടെ? ഇവിടെ നാട്ടിൽ തൊട്ടിൽപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പം എല്ലാ എങ്ങനെ അച്ഛൻ എങ്ങനെയാണ് ഈ സംഗീത രംഗത്തേക്ക് ചൂട് വെച്ചത്? എൻ്റെ അച്ഛൻ പാടുമായിരുന്നു. കണ്ട, ഇത് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട സംഗീതമായിരുന്നു. കാരണം അച്ഛൻ പാടുമായിരുന്നു, അച്ഛൻ്റെ പാട്ട് കേട്ട് മകൻ പഠിച്ചു, ആ മകനൊരു കുട്ടി ഉണ്ടായപ്പോൾ ആ മകൻ അച്ഛൻ്റെ പാട്ട് കേട്ട് പഠിച്ചു. അപ്പോൾ അമ്മ പേര് രഞ്ജുഷ, മുഖരിയാണ് വീട്. പ്രൊഫഷണൽ സിംഗറാണ്. അല്ല, സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ കേട്ട് പാടുന്ന തീരുമാനിച്ചു. ഞങ്ങൾ വലിയ ഫീസൊക്കെ കൊടുത്ത് ഞങ്ങൾ സംഗീതം പഠിക്കാൻ പറഞ്ഞു, ഇവർ പഠിക്കാണ്ട് ഇങ്ങനെ നന്നായിട്ട് പാടുക. എങ്ങനെയാണ്? പ്രണയ വിവാഹമായിരിക്കുമോ? ആണോ? എനിക്കല്ല, അല്ല, എന്തായാലും ചങ്ങയും പാടും ചങ്ങാഴ്ചയും പാടും. അപ്പം പിന്നെ എന്തായാലും ഒന്ന് പാടിയിട്ട് തോന്നുന്നല്ലേ? കണ്ടിട്ടൊരു ഗസ്സിങ്. സത്യമായിട്ടും പ്രണയമാണ്. പ്രണയനാളിൽ അന്ന് പാടിയ ഒരു ഫസ്റ്റ് പാട്ട് ഓർമ്മയുണ്ടല്ലോ? ആരാണ് അങ്ങോട്ട് ആദ്യം പാടി കൊടുത്ത? ആരാണ്? അല്ല, എന്തായാലും പാട്ട് പാടി ആയിക്കോട്ടെ, ഫോണിൽ കൊടുത്തന്നെ. ആദ്യം ആരാ പാടി കൊടുത്തത്? ഏത് പാട്ടെന്ന് ഓർമ്മയുണ്ടോ? ആദ്യ പ്രണയഗാനം ഒരു ലളിതഗാനം തോന്നുന്നില്ല? ആ ഒരു ലളിതഗാനം 4 പേര്. പ്രണയത്തിനോർമ്മയ്ക്കായി ഞാനന്നു നൽകിയ ആദ്യോപഹാരം നീ മറന്നുപോയോ? മോഹമായി ഞാനന്നു വന്ന നാൾ പാടിയ പാട്ടിൻ്റെ പല്ലവി മറന്നുപോയോ? അതോ കളഞ്ഞുപോയോ? പ്രണയത്തിനോർമ്മയ്ക്കായി ഞാനന്നു നൽകിയ ആദ്യോപഹാരം നീ മറന്നുപോയോ? രക്ഷയില്ല. എങ്ങനെ പ്രണയിച്ച് പോവാതിരിക്കും? ആദ്യം പാടിയ പാട്ടിന് അത്രയും പോയിന്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ടാവാം, ഈ കൊച്ചുമകൻ്റെ ശബ്ദം നമ്മൾ ആസ്വദിച്ചു, അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പാട്ട് നമുക്ക് കേൾക്കണ്ടേ? കോടിയരുവി കൊട്ടുതേ അടിയ മേലെ, അത് തേടി ഉസിര് മുട്ടുതേ ദിനം മുന്നാലെ. കോടിയരുവി കൊട്ടുതേ അടിയ മേലെ, അത് തേടി ഉസിര് മുട്ടുതേ ദിനം മുന്നാലെ. മലകോവിൽ വിളക്കാകെ ഒഴിയാ വന്നവളെ, മനസ്സോട് തൊலை പോട്ട് എന്നെ കണ്ടവളെ. മനസ്സിൽ മോൻ താണ്ടി വന്ന് ഉറവേ, കണ്ണുമൂടി കണ്ട കനവേ, മനസ്സിൽ മോൻ താണ്ടി വന്ന് ഉറവേ. കോടിയരുവി കൊട്ടുതേ അത് തേടി ഉസിരി മുട്ടുതേ മുന്നാലേ.
எங்க நம்ம இசையாலே மெச்ச வச்சு பார்த்தா பொங்கி வழிஞ்சே சாராயம் இல்லாமல் சாஞ்சேடி கண்ணால கோலங்கள் சிறக்கும் செங்கல்ல அடகாத்து உன்னை நானும் சுகமா வச்சுக்கிறேன் உன்னை சேரேன் பொறுத்தாலே என்னை நான் மோய்க்கிறேன் கண்ண மூடி கண்ட கனவே அடி ஜம்மம் தாண்டி வந்த உறவே கண்ண மூடி கண்ட கனவே அடி ஜம்மம் தாண்டி வந்த உறவே ஹிந்தி மொழி தாண்டி நெஞ்சு தொடுதே என்ன இது போட்டு சொன்ன வேண்டாட பொம்பளை போல வெக்கம் வருதே ராசாவே உன்னாலே ஆகாசம் மண் மேலே உன் ஜோடி நான் தானே போயல கோடி அருவி கொட்டுதே அடையன் மேலே அது தேடி உசிறு முட்டுதே கோடி அருவி கொட்டுதே அடிய மேல அது தேடி உசிறு முட்டுதே தினம் முன்னால மன கோவில் விளக்காக ஒழியா வந்தவள மனசோடி தொலை போட்டு என கண்டவள முடி கண்ட கனவே பல ஜென்மம் தாண்டி வந்த സൂപ്പറായില്ലേ? താങ്ക് യു. ഈ സംഗീത കുടുംബത്തിന് സർവ്വവിധ ഐശ്വര്യങ്ങളും സർവേശ്വരൻ നൽകട്ടെ. ഞങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. പാടാൻ നമുക്ക് പാടാം എന്ന പരിപാടിയുടെ ഈ കൊച്ചു സമ്മാനം അച്ഛൻ്റെയും അമ്മയുടെയും കൈ, കാരണം അച്ഛനും അമ്മയാണ് ഗുരു. കിരൺ ശ്രീദേവിന് അച്ഛൻ്റെയും അമ്മയുടെയും കൈകൊണ്ട് ആ കൊച്ചു ഉപഹാരം. ആരാണ് അടുത്തതായി ഈ വേദിയിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം. ആഗ്നേയ എസ് പ്രകാശ്, ബാലുശ്ശേരി നിർമ്മല്ലൂർ സ്വദേശിനി, നടുവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥിനി. അച്ഛൻ പ്രകാശൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തു വരുന്നു. അമ്മ ഷൈമ, ഒരു സഹോദരി ആലേഖ എസ് പ്രകാശ്. കൊച്ചുനാൾ മുതൽ സംഗീത മത്സര വേദികളിൽ നിന്നും നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ ഈ കൊച്ചുമിടുക്കിയെ പാടാൻ നമുക്ക് പാടാം എന്ന വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? മോഹം കൊണ്ട് ഞാൻ. മോഹം കൊണ്ട് ഞാൻ. ഓ, വളരെ നൊസ്റ്റാൾജിക് നിറഞ്ഞ പാട്ടാണ്. ഈ സോങ് അല്ലാതെ മറ്റൊരു പല്ലവി ഒന്ന് പാടാവാ? ഇഷ്ടപ്പെട്ട ഏത് പാട്ടാ പാടുന്നത്? പൂന്തേനരുവി. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി. ആഗ്നേയ എസ് പ്രകാശിന്റെ സ്ഥലം എവിടെയായിരുന്നു പറഞ്ഞത്? ബാലുശ്ശേരി വാകയാട്. ബാലുശ്ശേരി വാകയാട്. അപ്പം നമ്മുടെ ബാലുശ്ശേരി വാകയാടിൽ നിന്നും പാടാം നമുക്ക് പാടാമെന്ന പരിപാടിയിൽ സംഗീത സാന്ദ്രമാക്കാൻ നമുക്ക് ആഗ്നേയയുടെ ആ മനോഹരമായ ഗാനം ആസ്വദിക്കാം.
മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പേലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പേലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. മണ്ണിൽ പൂക്കും വീഴും രാഗഭാവം താലമേന്തി തുമ്പികളായി പാറി മണം തേടി ഊയലാടി. നറു പുഞ്ചിരിപ്പൂവായി സ്വപ്നക്കഞ്ചുകം ചാർത്തി ആരും കാണാതെ നിന്നപ്പോൾ സംഗമസായുജ്യം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. വളരെ മനോഹരമായിട്ട് തന്നെ ഗാനം ആലപിച്ചു. ഇനിയും സംഗീത രംഗത്ത് ഒത്തിരി അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പാടാമിലൂടെ ആശംസിക്കുകയാണ്. കൂടെ ഇറക്കി വന്നിട്ടുണ്ട് ആഗ്നേയ, അച്ഛനും അമ്മ അനിയത്തി. അച്ഛൻ, അമ്മ, അനുജത്തി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വെൽക്കം ചെയ്യാം ആഗ്നേയയുടെ അച്ഛനെയും അമ്മയുടെയും അനുജത്തിയും. ഒരു നല്ല കേടി നമുക്ക് പാടാമെന്ന സംഗീത പരിപാടിയിലേക്ക് സ്വാഗതം. സാർ എന്ത് ചെയ്യാണ്? നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പരിചയപ്പെടുത്തിയാൽ സന്തോഷം. ഞാൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാണ് നാട്ടിൽ. മേഡം എന്ത് ചെയ്യാണ്? ഞാനിപ്പം ജില്ല ആയുർവേദ ഹോസ്പിറ്റൽ തെറാപ്പിസ്റ്റ് ആയിരുന്നു. ഇപ്പം പോയില്ല. പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കുന്നത്. എന്ത് തോന്നുന്നു? മോൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടല്ലോ. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ടാ തോന്നുന്നു. മോൾ നന്നായിട്ട് പാടിയുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ മകളെ ഇനിയും സംഗീത രംഗം പഠിപ്പിക്കുക. ഈ ഒരു 2021 നന്മ നിറഞ്ഞൊരു വർഷമാവട്ടെ എന്നും നിങ്ങളുടെ കുടുംബത്തിനും മകൾക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെ കൈകൊണ്ട് തന്നെ മകൾക്കൊരു ഉപഹാരം.
പാടാം നമുക്ക് പാടാമെന്ന സംഗീത പരിപാടിയിൽ അടുത്തതായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ആരാണെന്ന് നോക്കാം. പ്രൊഫൈൽ. അനാമിക പേരാമ്പ്ര കായണ്ണ ചെറുക്കാട് സ്വദേശിയായ ചന്ദ്രന്റെയും വിജിലയുടെയും ഇളയ മകൾ. ജ്യേഷ്ഠൻ അബിൻ ചന്ദ്ര ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നു. നാല് വർഷമായി അനാമിക അക്കാദമി ഓഫ് ആർട്സ് പേരാമ്പ്രയിൽ നിന്നും സംഗീതം അഭ്യസിച്ചു വരുന്നു. മണിമുടക്കം എന്ന പരിപാടിയിൽ നാടൻ പാട്ട് ആലപിക്കാൻ ഈ കലാകാരിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നന്മ ബാലയരങ്ങിൽ നാടൻ പാട്ടിനും കവിതയ്ക്കും ലളിതകാലത്തിനും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഈ മിടുക്കിയെ പാടാൻ നമുക്ക് പാടാം എന്ന വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാടാൻ നമുക്ക് പാടാമെന്ന പരിപാടിയിൽ അനാമിക BCയുടെ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഒരു മെലഡി സോങ്ങോ അല്ല ഒരു ഫാസ്റ്റോ ഒരു 4 വരി നമ്മുടെ പ്രേക്ഷകർക്ക് കണ്ടിട്ട് ഏത് പാട്ടാ പാടാ? പൊന്നിൻ കാണിക്കുന്ന അടിമുടി പൂത്തൊരു പൊന്നിൻ കാണിക്കുന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്തമീനും ഗണമിന്നൽ കൊടിയാരികളെ കനവിലോ കുളിരുമായി വിരിയുമീ മുഖമിനി മഷിത്തൊടാം മിഴിയിലോ പരലുകൾ പിടയവേ അരുണമാം കവിളിലോ പുലരിയോ ശലഭമോ നടകളോ നദികളായി ഒഴുകിയോ. ഏത് സോങ്ങാ പാടുന്ന? ഫുൾ സോങ്. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ ആ മനോഹരമായ ഗാനം നമുക്ക് അനാമിക BCയുടെ ശബ്ദമാധുരിയിൽ ആസ്വദിക്കാം. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരയ്ക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. മധുരയ്ക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. തുള്ളിക്കൊരു കുടം കണക്കെ മാറി പെയ്യുമ്പം ഉമ്മറത്തിന്മേലിരുന്നു കണ്ടതല്ലേ ആരാരും കാണാത്തൊരു പൊൻകിനാവ്. തുള്ളിക്കൊരു കുടം കണക്കെ മാറി പെയ്യുമ്പം ഉമ്മറത്തിന്മേലിരുന്നു കണ്ടതല്ലേ ആരാരും കാണാത്തൊരു പൊൻകിനാവ്. അന്ന് നിന്റെ കണ്ണിൽ പൂത്തുമിന്നിയ നല്ല നാള്. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ.
അക്കരയ്ക്കു പോയ തോണി കരയെത്തും കരമുകിൽ മാനം തെളിയുകില്ലേ ഉറങ്ങാത്ത രാവിലിന്ന് മായുകില്ലേ അക്കരയ്ക്കു പോയ തോണി കരയെത്തും കരമുകിൽ മാനം തെളിയുകില്ലേ ഉറങ്ങാത്ത രാവിലിന്ന് മായുകില്ലേ നിന്റെ കണ്ണുനീരിൻ കഥയിതിനെ തീരുകില്ലേ ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. അതിമനോഹരമായ ആലാപനം അല്ലേ? ആ ഒരു ഫേസ് എക്സ്പ്രഷനും എന്തുകൊണ്ടും വളരെ മനോഹരമുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് പാടാമെന്ന സംഗീത പരിപാടിയുടെ ഈ ഒരു പുത്തൻ എപ്പിസോഡ് വളരെ ധന്യമാക്കിയിട്ടുണ്ട്. അനാമയ ബിസിക്ക് എല്ലാവിധ ആശംസകളും. അപ്പം കൂടെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? അമ്മ, അനിയത്തി, മാമി, മേമ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അമ്മയെയും അനുജത്തിയെയും മാമിയെയും മേമയും നമുക്ക് എന്തായാലും വെൽക്കം ചെയ്യാം. പ്ലീസ്. അനാമികയുടെ ഫാമിലിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം എനിക്കൊന്ന് ഇവരെ തന്നെ ആയിക്കോട്ടെ, ഒന്ന് പേരൊക്കെ പറഞ്ഞോട്ടെ. അനാമിക എൻ്റെ അമ്മയാണ്, പേര് ബിജുല. ബിജുല. അച്ഛൻ എന്തായിരുന്നു ചെയ്യുന്നത്? ഗൾഫിൽ. അച്ഛൻ ഇതാണ് സാധനം, അച്ഛൻ ഗൾഫിലാണ്. ഇത് എന്തെന്നാ തിരിയെന്ന് മനസ്സിലാവും. അച്ഛൻ ഗൾഫിലാണ്. അച്ഛൻ പാടൂ എന്നാണ് മോള് പറഞ്ഞത്. അപ്പൊ അമ്മ പാടാറുണ്ടോ? ഇല്ല. നമ്മൾ ഇതാരായിരുന്നു? നിങ്ങൾ ഇവിടെ അനുജത്തി. ഓക്കെ. അനാമികയുടെ ഏട്ടൻ്റെ അച്ഛൻ്റെ അനുജത്തി. എൻ്റെ പേര് അമയ. ഞാൻ GUPS തൃക്കുശ്ശേരിയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. തൃക്കുശ്ശേരി അത് എവിടെയാ? ബാലുശ്ശേരി. ഓ ബാലുശ്ശേരി. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു പാട്ട് പാടോ? അനാമിക എൻ്റെ അമ്മേൻ്റെ അനിയത്താണ്, പേര് സിജി, വീട് ബാലുശ്ശേരിയാണ്. എന്തെയാണ് മേഡം? ഹൗസ് വൈഫ്. ഹൗസ് വൈഫ്. അവിടെ പാപ്പൻ്റെ ഭാര്യ, അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യ. എന്ത് ചെയ്യാണ് മേഡം? എന്ത് ചെയ്യാണ്? എങ്ങനെ ഇവളെങ്ങനെ വീട്ടിൽ നിന്ന് പാട്ടൊക്കെ പാടാറുണ്ടോ? ഇഷ്ടമാണോ എല്ലാവർക്കും? അപ്പം ഇന്നത്തെ മോള് പാടിയപ്പോൾ നിങ്ങൾ എന്താണ് അഭിപ്രായം മമ്മിയുടെ? നന്നായിട്ടുണ്ട്. അപ്പം എല്ലാവരും ബ്ലെസ്സിങ് ഉണ്ട് അല്ലേ? അപ്പം നിങ്ങളുടെ ഈ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ നമുക്ക് പാടാമെന്ന പരിപാടികളുടെ മൊമെൻറ്റോ ഹാൻഡ് ഓവർ ചെയ്യാം. നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ. ആദ്യ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകരോടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. GSV ചാനൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്. ഈ പ്രോഗ്രാമിൽ പാടാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 9349010616. അപ്പം മറ്റൊരു എപ്പിസോഡിൽ മറ്റ് സംഗീത പ്രതികളുമായി വീണ്ടും കാണാം. ശുഭപ്രതീക്ഷയോടെ. താങ്ക് യു.